ചേട്ടാ എങ്ങനെയുണ്ട് മൊത്തത്തില്? പൊളി സാധനം. അതായത് മമ്മൂട്ടിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ മൊമെൻറ്റ്സ് ഇതിൻ്റെ അകത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആക്ടിങ്, പിന്നെ പടം ഒരു സസ്പെൻസ് രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എന്താകുന്നുള്ളത് നമ്മൾ എക്സൈറ്റഡ് ആണ്. അതായത് വിനായകനും മമ്മൂട്ടിയും കൂടെ ഒന്നിക്കുന്ന ആ ഒരു ഇൻ്റർവൽ പഞ്ചിലാണ് നമ്മൾ ഹരം പൊളിച്ച് നിർത്തിയേക്കുന്നത്. അപ്പോൾ മമ്മൂട്ടിയുടെ അഭിനയം ഒരു രക്ഷയില്ല, അത് പറയാതിരിക്കാൻ വയ്യ. അതായത് ഇതിനകത്ത് ഒരു സീരിയൽ കില്ലിംഗ് മോഡലാണ് മമ്മൂട്ടിയുടെ ക്യാരക്ടർ പോകുന്നത്. അപ്പോൾ ഓരോ ഫീമെയിലായിട്ടുള്ള ക്യാരക്ടറിൻ്റെ അടുത്ത് നമ്മൾ മമ്മൂട്ടിയുടെ ഓരോരോ രീതിയിലുള്ള എക്സ്പ്രഷൻസ് അഭിനയങ്ങളാണ് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. അത് തന്നെ ഇങ്ങനെ കണ്ടിരിക്കാം. പിന്നെ വിനായകൻ്റെ റോളുകൾ വരുന്നുണ്ട്, അത് നമുക്ക് കാണാനുള്ളൊരു ഇൻട്രസ്റ്റിലാണ് ഇനി അടുത്ത ഇൻ്റർവെല്ലിന് ശേഷമുള്ള സീൻസ് എല്ലാം. അത് കാണാൻ വെയിറ്റിംഗ് ആണ്. എന്തായാലും മമ്മൂട്ടി പൊളിച്ചു. പിന്നെ ഉണ്ട്, അടിപൊളിയാണ്. മമ്മൂക്ക ഫസ്റ്റ് ഹാഫ് സൈക്കോ മമ്മൂക്ക, ഒരു രക്ഷയില്ല. അതായത് തിയേറ്റർ വാച്ചപ്പ് സാധനമാണ്, ഒരു ഡൗട്ടും ഇല്ല. പിടിച്ചിരുന്നു, ഓരോ സെക്കൻഡും പിടിച്ചിരുന്നു. നല്ല എൻഗേജ്ഡ് ആണ്. കോംബോ, അതായത് വിനായകനായിട്ടുള്ള കോംബോ സീൻസ് ഒരു രക്ഷയില്ല. അതായത് മമ്മൂക്കയുടെ ഒപ്പം നിൽക്കുന്നൊരു പ്രതിനായകൻ. എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും മുകളിലാണ് കാര്യങ്ങൾ. എന്താ പറയാ, സൈക്കോപാത്ത് അമ്മാതിരി റൈറ്റും. അതായത് തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ മമ്മൂക്കെ കണ്ടേക്കുന്ന ഒരു ടൈപ്പ് സാധനമൊന്നുമല്ല, അതിൽ നിന്നൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ആക്ടിങ് സ്റ്റൈൽ ഒരു രക്ഷയില്ല. BGM, ഡയറക്ഷന്, ക്യാമറ, പിന്നെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ആയിട്ടുള്ള ഒരു സൗണ്ടിങ്, ഒരു സറൗണ്ടിങ് ഒരു രക്ഷയില്ല. ഞാൻ ഫൈനലി പറയണത് മസ്റ്റ് വാച്ച് തിയേറ്റർ. ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല്ലിൽ കൊണ്ടു നിർത്തിയ പഞ്ച് ഒരു രക്ഷയില്ല. എൻ്റെ ഷോക്കിംഗ് ഇൻ്റർവെല്ലാണ്. മസ്റ്റ് വാച്ച് തിയേറ്റർ ചെയ്തു, ഒരു ഡൗട്ടും ഇല്ല. എന്താണ് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ ഇൻട്രോയും അതിനുശേഷമുള്ള സംഭവങ്ങൾ കണ്ട് ശരിക്കും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു ഇത്രയും ഇമേജുള്ള പീക്ക് ഇമേജുള്ള ഒരു സ്റ്റാറിലുള്ള ആ ഒരു ഇമേജ് പൊളിക്കാൻ അദ്ദേഹം എടുത്ത ധൈര്യം, അതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ എന്തിനാണ് ഈ റോള് തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് സ്ക്രീനിൽ കാണാനുണ്ട്. കാരണം അങ്ങേറ്റം കൈയടക്കത്തോടെ ആ ഒരു ഗ്ലാമർ, ആ ഒരു ഹീറോയിസ് ഒക്കെ പൊളിച്ചിട്ട് ഒരു തനി വില്ലനിസം, അതായത് അങ്ങനെ ഒരു ഷെയ്ഡുകൾ, ഗ്രേ ഷെയ്ഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, കംപ്ലീറ്റ് ഡാർക്ക് ഷെയ്ഡിലാണ് റോള് ചെയ്തിരിക്കുന്നത്. അത് സ്പോയിലറാണോ എന്ന് അറിയില്ല, പക്ഷെ മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ ചിലപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ട ഇഷ്ടം കുറയുമെന്ന്. അതെന്തുകൊണ്ടാണെന്ന് ഈ സിനിമയിൽ ഇതുവരെയുള്ള സീനുകൾ തന്നെ കണ്ടാൽ തന്നെ മതിയാവും. അതുപോലെ തന്നെ വിനായകനായിട്ട് കണ്ടുമുട്ടുന്ന സീനൊക്കെ വേറെ ലെവൽ സ്ലോ ആയിട്ടുള്ള ബിൽഡപ്പാണ്, പക്ഷേ ഓരോ സീനും നമുക്ക് ഞെട്ടൽ ഉളവാക്കുന്ന രീതിയിലാണ് മമ്മൂക്ക പെർഫോം ചെയ്തിരിക്കുന്നത്. ഒരു മസ്റ്റ് വാച്ച് സിനിമയാണ്. പെർഫോമൻസ് കാണുന്നവർക്ക് മമ്മൂക്കയുടെ ഇതുവരെ കാണാത്ത ഇത്രയും വലിയ ഒരു കാലയളവിൽ ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ടും ഇങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് വീണ്ടും മമ്മൂക്ക പുതിയൊരു മുഖവുമായി നമ്മൾ ഞെട്ടിച്ചിരിക്കുകയാണ്. മസ്റ്റ് വാച്ച് മൂവിയാണ്. ഇൻ്റർവൽ പഞ്ചാണ് ഇതിൽ പ്രധാനമായിട്ട് എടുത്തവരാണ്. ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇതുവരെ നമ്മളാണ് ഇപ്പോൾ ഞെട്ടി നിൽക്കുന്നത്. മമ്മൂക്ക ഞെട്ടിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ കിളിപോയ അവസ്ഥയിലാണ് ഇപ്പോൾ ഇറങ്ങി വന്നത്. കാരണം ഇൻ്റർവൽ പഞ്ച് അങ്ങനത്തെ ഒരു പഞ്ചാണ്. ഒരു വ്യത്യസ്ത കഥാപാത്രമാണ്, ടോട്ടലി ഒരു വ്യത്യസ്ത കഥാപാത്രമാണ്. ഒരു അടിപൊളി ഇൻ്റർവൽ പഞ്ചാണ്. ഇനി വരാൻ പോകുന്നത് എന്താണെന്നുള്ള ആകാംക്ഷയിലാണ് സത്യം പറഞ്ഞാൽ. ഇതുവരെ നമ്മളിങ്ങനെ കിളിപോയ അവസ്ഥയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.